അയാളെ ഡിസ്മിസ് ചെയ്ത സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം എത്രയാണോ ആ ശമ്പളം അർജുന കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ഈ അടുത്ത ദിവസം ഒരു ചോദ്യം ലഭിച്ചിരുന്നു. ഒരു ഫാക്ടറി ഉടമ അയച്ച ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ സംശയം, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി വളരെ ഗുരുതരമായ ഒരു തെറ്റു ചെയ്തു. ആ ജോലി സമയത്ത് അദ്ദേഹം മദ്യപിച്ച് ഉറങ്ങിപ്പോവുകയും ആ മെഷീൻ ഓവർ ഹീറ്റായി കുറേ റോ മെറ്റീരിയൽസിന് തീ പിടിക്കുകയും ചെയ്തു. ഇത് ആദ്യമായി സംഭവിച്ചൊരു പ്രശ്നമല്ല. ഇതിനു മുമ്പും ഈ പറഞ്ഞ തൊഴിലാളിക്കെതിരെ ഇതുപോലെയുള്ള അച്ചടക്ക ലംഘനങ്ങളുടെ പേരിൽ, സ്വഭാവ ദൂഷ്യങ്ങളുടെ പേരിൽ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ ആ തൊഴിലാളിക്ക് ശക്തമായ വാണിംഗ് കൊടുക്കുകയും ആ തൊഴിലാളിയുടെ ഇൻക്രിമെൻറ്റ് ബാർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് വീണ്ടും ഇതേ തെറ്റുകൾ തന്നെ ആ തൊഴിലാളി ആവർത്തിക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഉടമ വളരെ ശക്തമായ അച്ചടക്ക നടപടികളാണ് ആ തൊഴിലാളിക്കെതിരെ സ്വീകരിച്ചത്. ആ തൊഴിലാളിക്ക് ചാർജ് മെമ്മോ കൊടുക്കുകയും വളരെ സ്വാഭാവിക നീതികളൊക്കെ പാലിച്ചുകൊണ്ട് നടത്തിയ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയിലൂടെ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തൊഴിലാളിയെ ജോലിയിൽ നിന്നും ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. ആ ഡിസ്മിസൽ ആ തൊഴിലാളി ലേബർ കോടതിയിൽ ചോദ്യം ചെയ്തു. നിർഭാഗ്യവശാൽ ലേബർ കോടതി ആ തൊഴിലാളിയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാനാണ് ഉത്തരവിട്ടത്. അതായത് മുൻകാല ശമ്പളമൊന്നും കൂടാതെ ആ തൊഴിലാളിയെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണം. അതിൽ ലേബർ കോടതി പറഞ്ഞ ന്യായം, ആ തൊഴിലാളിക്ക് നൽകിയ ഡിസ്മിസൽ എന്നുള്ള ശിക്ഷ ആ തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റിൻ്റെ ഗൗരവത്തിന് ആനുപാതികമല്ല എന്നുള്ളതാണ്. ഈ ഉടമയുടെ ഒരു പ്രശ്നം, ഈ തൊഴിലാളിയെ വീണ്ടും ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ആ സ്ഥാപനത്തിൻ്റെ അച്ചടക്കത്തെയും അത് മറ്റ് തൊഴിലാളികളുടെ മനോഭാവത്തെയും വളരെ മോശമായി ബാധിക്കും എന്നുള്ളതാണ് ആ ഉടമയുടെ ഒരു ആശങ്ക. ആ ഉടമയ്ക്ക് ഈ തൊഴിലാളിയെ ജോലിയിൽ നിന്നും സ്ഥിരമായി പറഞ്ഞു വിടണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ലേബർ കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ പോകാൻ പറ്റുമോ? അപ്പീൽ പോവുകയാണെങ്കിൽ അതിന് വേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. തീർച്ചയായും ലേബർ കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് അതിൻ്റെ നിയമ പ്രാബല്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് താങ്കൾക്ക് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. ലേബർ കോടതിയുടെ ഒരു ഉത്തരവെന്ന് പറയുന്നത് അന്തിമമല്ല. അപ്പോൾ അതിനെതിരെ താങ്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ ഉത്തരവ് ശരിയല്ല, താങ്കൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത്, ഒരു തൊഴിലാളിയെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവ് ഉണ്ടായിക്കഴിഞ്ഞു. ലേബർ കോടതിയുടെ ഒരു ഉത്തരവ്, ഒരു അവാർഡ് വന്നു കഴിഞ്ഞു. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ്, അതിൻ്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ തൊഴിലാളിക്ക് അയാളെ ഡിസ്മിസ് ചെയ്ത സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം എത്രയാണോ ആ ശമ്പളം ഈ ഹൈക്കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ട് പെറ്റീഷനിൽ ഒരു ഉത്തരവ് വരുന്നത് വരെയും നമ്മൾ നൽകേണ്ടതായിട്ട് വരും. ഇപ്പോൾ ലേബർ കോടതി ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാൻ ഉത്തരവിട്ടു. ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കേണ്ടതായ ബാധ്യത നമുക്കുണ്ട്. അതാണ് നമ്മൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ആ തൊഴിലാളിക്ക് നമ്മൾ വേതനം കൊടുക്കേണ്ടതാണ്. ജോലിയിൽ നിന്നും ഡിസ്മിസ് ചെയ്ത സമയത്ത് ആ തൊഴിലാളിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വേതനം അയാൾക്ക് നമ്മൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന കേസിൽ ഒരു അന്തിമമായ തീരുമാനം വരുന്നതുവരെയും കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അത് ചിലപ്പോൾ 4-5 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ ഹൈക്കോടതിയിലെ നമ്മൾ ഫയൽ ചെയ്ത ഒരു പെറ്റീഷനിൽ തീരുമാനമുണ്ടാകുന്നത്. അപ്പോൾ 4-5 വർഷം ഈ വേതനം കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതൊരു വലിയൊരു ബാധ്യതയായിരിക്കും താങ്കൾക്ക് വരാൻ പോകുന്നത്. അതാണ് പ്രശ്നം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൻ്റെ സെക്ഷൻ 17(17)(b) പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതനുസരിച്ചിട്ട് ആ തൊഴിലാളിക്ക് ഒരു വളരെ ഈ ഹൈക്കോടതിയിൽ നമുക്കറിയാം ധാരാളം കേസുകൾ പെൻഡിങ് കിടക്കുകയാണ്. അപ്പോൾ അവിടെ പെട്ടെന്നൊന്നും ഒരു കേസിൽ തീരുമാനമാകില്ല. അപ്പോൾ താങ്കൾ ഫയൽ ചെയ്യുന്ന അപ്പീലൊരു തീരുമാനമാകുന്നതുവരെയും ആ തൊഴിലാളിക്ക് വേതനം കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു സാമ്പത്തിക ബാധ്യതയായിരിക്കും
വരുത്തി വയ്ക്കുന്നത്. അതിന് താങ്കൾ തയ്യാറാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഹൈക്കോടതിയിൽ പോകാം. ഇതല്ലെങ്കിൽ അത് രമ്യമായി ആ പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും നല്ലത്. ആ തൊഴിലാളിക്ക് ഒരു കോമ്പൻസേഷനൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ ആ തൊഴിലാളിക്ക് ഒരു റിട്രഞ്ച്മെൻറ്റ് കോമ്പൻസേഷനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റീസണബിൾ എമൗണ്ട് കോമ്പൻസേഷനായിട്ട് നഷ്ടപരിഹാരമായിട്ട് കൊടുത്തുകൊണ്ട് ആ തൊഴിലാളിയെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം.